ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തീ പോലും കത്തിക്കാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി ഒരു പുഡിങ് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 രൂപ പാക്കറ്റിൻ്റെ ബൂസ്റ്റ് എടുക്കാം. അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമും ബൂസ്റ്റും കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് കാച്ചതിന് ശേഷം നന്നായി തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള പാലാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാക്കറ്റിലുള്ള ബാക്കി ബൂസ്റ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പാലിന് ഒന്നും കൂടി നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാൻ 4 ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഈ പാലിൽ മുക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്നാവുന്ന രീതിയിൽ നന്നായി തന്നെ ഇതിൻ്റെ മേലെ ഒന്ന് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് പാലും ബൂസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് പാലിൽ മുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള പാലാണിത്. അപ്പോൾ അത് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ മേലെ കുറച്ച് ചോക്കോ ചിപ്സ് ഇടുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മേലെ വീണ്ടും ക്രീം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കനത്തിലായിട്ടാണ് ക്രീം വേണ്ടത്. അപ്പോഴാണ് ഈ പുഡിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഞാനിവിടെ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായി നല്ല നീറ്റായി കേക്കൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ക്രീം വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ലാസ്റ്റ് വയ്ക്കുന്ന ക്രീം കുറച്ച് കനത്തിലും ആവണമെന്ന് മാത്രം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ പാലും ബൂസ്റ്റും കൂടിയിട്ടുള്ള മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം, ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഒന്ന് ചെറുതാക്കി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.